വയഗ്ര എന്ന മരുന്നിനെ പറ്റി കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 പൈസ പോലും പരസ്യത്തിന് ചെലവഴിക്കാതെ പുരുഷന്മാരുടെ മനസ്സുകളിൽ എന്നേക്കുമായിട്ട് ഇടം പിടിച്ച ഒരു മരുന്നായിരുന്നു വയഗ്ര. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് പുരുഷന്മാരുടെ ലൈംഗിക താല്പര്യവും നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണശേഷിയും ഒക്കെ തിരികെ കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു വിശ്വാസം മാധ്യമങ്ങളും മരുന്ന് കമ്പനികളും വയഗ്ര പ്രിസ്ക്രൈബ് ചെയ്ത് കാശുണ്ടാക്കിയ ഡോക്ടർമാർ ചേർന്നുണ്ടാക്കിയ ഒരു കഥയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകും? ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം പുരുഷന്മാർ അവരുടെ ലിംഗത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണശേഷി തിരികെ കൊണ്ടുവരാൻ കഴിക്കുന്ന മരുന്നുകളുടെ പിന്നിലെ സത്യത്തെപ്പറ്റിയും ആ ഉദ്ധാരണശേഷി ഏത് പ്രായത്തിലും നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തുന്നതിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമൊക്കെയാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ഓസ്ട്രേലിയയിലെ പ്രശസ്ത സെക്സോളജിസ്റ്റും സെക്സ് കോച്ചും കൗൺസിലറും താന്ത്രിക് യോഗ ടീച്ചറുമായ ക്യാം ഫ്രേസറാണ്. അദ്ദേഹം പുരുഷന്മാർക്ക് അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ എങ്ങനെ സ്ത്രീകളെ പോലെ പലതവണ രതിമൂർച്ചയിലെത്താമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. കാലഹരണപ്പെട്ട പഠനങ്ങളും സദാചാരവുമൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് തള്ളുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന 99% ഡോക്ടർമാരും. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒന്നും ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പെർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ശരിയായ അറിവും കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പഠനങ്ങൾ പ്രകാരം ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 25-നും 40-നും വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരിൽ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി ഉണ്ടാക്കാൻ കഴിക്കുന്ന മരുന്നുകളായ വയഗ്രയും സിയാലിസും ഒക്കെ. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം? എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് പോലും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇന്ന് മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകുന്നത്? ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ മരുന്നുകളെ പറ്റി നമ്മളുടെ സമൂഹത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളാണ്. ഒട്ടുമിക്ക പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ വയഗ്രയും സിയാലിസും പോലെയൊക്കെയുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ധാരണശേഷി തന്നെ ഉണ്ടാകും എന്നാണ്. എന്നാൽ ഇതിൽ യാതൊരു വാസ്തവവുമില്ല. ഈ ഒരു ചിന്താഗതി സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മരുന്നുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അജ്ഞതയാണ്. ഈ അജ്ഞത തിരുത്താനായിട്ട് ഈ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർ പോലും പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ അജ്ഞതയും തെറ്റിദ്ധാരണയും ഒക്കെ സജീവമായിട്ട് നിലനിർത്തിയെങ്കിൽ മാത്രമേ ഈ മരുന്നുകൾക്ക് കച്ചവടം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് പുരുഷന്മാർ ഉദ്ധാരണശേഷിക്ക് കഴിക്കുന്ന മരുന്നുകൾ അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ശുക്ല വിസർജനവും രതിമൂർച്ചയും 2 വ്യത്യസ്തമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് ലൈംഗിക താല്പര്യവും ഉദ്ധാരണവും. പക്ഷേ ശുക്ല വിസർജനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും ഈ ലൈംഗിക താല്പര്യവും ഉദ്ധാരണവും രണ്ടും ഒരുമിച്ച് നടക്കുന്ന പ്രതിഭാസങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം മനസ്സിലാകാത്തത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന വ്യത്യാസം കൂടിയുണ്ട്. ഈ രതിമൂർച്ച എന്ന് പറയുന്നത് ശുക്ല വിസർജനം ഇല്ലാതെയും സംഭവിക്കാവുന്ന ഒരു പ്രതിഭാസമാണ്. അതിന് നിങ്ങളുടെ ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധ്യമാണ്. പക്ഷേ ഈ സെക്സിന് വേണ്ടിയുള്ള ഒരു ഉദാഹരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈംഗിക താല്പര്യം ആദ്യമേ കൂടിയേ തീരൂ. അപ്പോൾ ഇവിടെ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നിയേക്കാം, പുരുഷന്മാർ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉദാഹരണമോ അത് ലൈംഗിക താല്പര്യം കൊണ്ടുണ്ടാകുന്ന ഉദാഹരണമാണോ? ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ഉദാഹരണമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം, ഒരു നിശ്ചിത ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള ഒരു ഉദാഹരണം ഉണ്ടാകുന്നത് ലൈംഗിക താല്പര്യത്തിലൂടെ മാത്രമാണ്. ഈ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഈ വയഗ്ര പോലെയുള്ള മരുന്നുകൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ലിംഗത്തിൽ മാത്രമാണ്. അപ്പം ഈ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷിക്ക് കഴിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ഈ തലച്ചോറിൽ നടക്കുന്ന പ്രതിഭാസമായ ലൈംഗിക താല്പര്യം നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളിൽ പലരും വീട്ടിൽ ചെടിക്ക് ഓസ് ഉപയോഗിച്ച് വെള്ളം നനച്ചിട്ടുണ്ടാവും. ആ ഓസ് എവിടെയെങ്കിലും പിരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ വെള്ളം വരുമോ? ഒരിക്കലുമില്ല. ഇനി വന്നാൽ തന്നെ ആ വെള്ളത്തിൻ്റെ ശക്തി വളരെ കുറവുമായിരിക്കും. ഒരു പുരുഷൻ്റെ ലിംഗവും നമുക്ക് വേണമെങ്കിൽ ഓസായിട്ട് സങ്കല്പിക്കാം. വെള്ളം പോലെ തന്നെ രക്തവും തടസ്സമില്ലാതെ ലിംഗത്തിലൂടെ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഉദ്ധാരണം എന്ന് പറയുന്നത്. അപ്പം ആ പിരിഞ്ഞു കിടക്കുന്ന ഓസ് നേരെയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടിക്ക് സുഖമായിട്ട് വെള്ളം നനയ്ക്കാം എന്ന് പറഞ്ഞതുപോലെ ആ ലിംഗത്തിലോട്ടുള്ള രക്തമൊഴുക്കിൻ്റെ തടസ്സം നേരെയാക്കി ഉദ്ധാരണത്തിന് സഹായിക്കുന്ന മരുന്നുകളാണ് വയഗ്രയും സിയാലിസും ഒക്കെ. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉദ്ധാരണം 25% മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഈ വയഗ്രയും സിയാലിസും ഒക്കെ കഴിക്കുന്നതിലൂടെ ആ ഉദ്ധാരണം നിങ്ങൾക്ക് 85 മുതൽ 90% വരെ എത്തിക്കാൻ സാധിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഉദ്ധാരണശേഷിക്ക് കഴിക്കുന്ന മരുന്നുകൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു ഉദ്ധാരണം വയഗ്ര കഴിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ആ തുടക്കത്തിൽ വേണ്ട ഉദ്ധാരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ ആദ്യമേ ഒരു ലൈംഗിക താല്പര്യം വേണം. ഈ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് മരുന്ന് കഴിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ വിശ്വാസവുമായിട്ടും ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടുമായിട്ടും നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധവുമായിട്ടും ജീവിത സാഹചര്യവുമായിട്ടും ഒക്കെ ഇടകി ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ഈ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടർമാരെ കാണാൻ പോകുന്ന പുരുഷന്മാർ തിരിച്ചറിയാത്ത ഒരു സത്യം, അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ ഡോക്ടർമാരോട് പറയുന്നത് തന്നെ മാധ്യമങ്ങളും മരുന്ന് കമ്പനികളും ഒക്കെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചു വെച്ച ഒരു ഭാഷയിലാണ്. ഡോക്ടറെ, എനിക്ക് ഉദ്ധാരണ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഡോക്ടറെ, എനിക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്, ഡോക്ടറെ, ഞാനൊരു പോൺ അഡിക്റ്റാണ്, ഡോക്ടറെ, എനിക്ക് പ്രിമച്ചുർ ഇജാക്കുലേഷനാണ് എന്ന് തുടങ്ങിയ പദങ്ങൾ. എന്താണ് നിങ്ങൾ മരുന്ന് കമ്പനികൾ ഉണ്ടാക്കിയ ഭാഷയിൽ ഡോക്ടർമാരോട് സംസാരിച്ചാലുള്ള ഒരു അപകടം? നിങ്ങൾ ഒരു രോഗിയാണെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടറിന് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മരുന്നുകൾ നൽകി ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും വെറും ലൈംഗിക നിരാശകൾ മാത്രമാണ്. അത് പരിഹരിക്കുവാൻ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെയും അടുക്കൽ പോയി മരുന്ന് കഴിക്കുകയോ ഇഞ്ചക്ഷൻ എടുക്കുകയോ സർജറി ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ പുരുഷന്മാരിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുള്ള ലൈംഗിക ബുദ്ധിമുട്ടുകളായ ഉദ്ധാരണ പ്രശ്നത്തെപ്പറ്റിയും ശീഘ്രസ്ഖലനത്തെപ്പറ്റിയും ഒക്കെ ജനങ്ങൾക്ക് ഒരു അവബോധം വേണം എന്ന് ഇന്നും ഏറ്റവും അധികം സംസാരിക്കുന്നത് മരുന്ന് കമ്പനികളാണ്. ഉദ്ധാരണ പ്രശ്നങ്ങളെപ്പറ്റി പുരുഷന്മാർ പരസ്യമായിട്ട് സംസാരിച്ച് തുടങ്ങിയത് തന്നെ 90കളുടെ അവസാനത്തിൽ മരുന്ന് കമ്പനിയായ ഫൈസർ വയഗ്ര വിൽക്കാൻ നടത്തിയ ഒരു പ്രചാരണത്തെ തുടർന്നാണ്. അപ്പം ഈ ഒരു ശക്തമായ പ്രചരണ തന്ത്രത്തെ തുടർന്ന് ഇന്ന് പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഉദ്ധാരണ വ്യതിയാനങ്ങൾക്ക് പോലും ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി വയഗ്ര മേടിച്ച് കഴിക്കുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഡോക്ടർമാർ അവരുടെ അടുക്കൽ വരുന്ന പുരുഷന്മാർക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലി വയഗ്ര നിർമ്മിച്ച മരുന്ന് കമ്പനിയായ ഫൈസറിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ വിരോധാഭാസം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഉദ്ധാരണ പ്രശ്നത്തിന് മരുന്ന് കണ്ടുപിടിച്ച കമ്പനി തന്നെയാണ് ഉദ്ധാരണ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ചോദ്യാവലിയും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പുരുഷൻ ഉദ്ധാരണ പ്രശ്നത്തിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു വിശദമായ സംഭാഷണം ആവശ്യമാണ്. വെറും 5 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാർക്കും മരുന്ന് കഴിക്കേണ്ട ഉദ്ധാരണ പ്രശ്നമുണ്ട് എന്ന് അവർ കണ്ടുപിടിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ മരുന്ന് കമ്പനി ഉണ്ടാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ 2000 പുരുഷന്മാരിൽ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിൽ 80% പേർക്കും ഉദ്ധാരണ പ്രശ്നത്തിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അവർ പറയും. അപ്പം ഈ പഠനം പബ്ലിഷ് ചെയ്യുമ്പോൾ അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നമ്മളുടെ സമൂഹത്തിലെ 80% പുരുഷന്മാർക്കും മരുന്ന് കഴിക്കേണ്ട ഉദ്ധാരണ പ്രശ്നം ഉണ്ട് എന്നായിരിക്കും. അപ്പം ആ വാർത്ത വായിക്കുന്ന ഏതൊരു പുരുഷനും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തോന്നും തനിക്കും എന്തോ ഉദ്ധാരണ പ്രശ്നമുണ്ടെന്ന്. പുരുഷന്മാർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അവരുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സ്വാഭാവികമാണ് എന്നുള്ള വസ്തുതയാണ്. ഈ പോൺ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പുരുഷൻ്റെ ഉദ്ധാരണം എപ്പോഴും വടികം പോലെ നിൽക്കത്തില്ല. ഈ പോൺ സ്റ്റാറുകളുടെ ഉദ്ധാരണം നിലനിർത്തുന്നത് മരുന്നുകളും ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ ഉപയോഗിച്ചാണ്. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിലെ ബലത്തിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ജോലിയിലുമൊക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിനനുസരിച്ചും നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചും ഒക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം തികച്ചും സ്വാഭാവികമാണ്. 18ാമത്തെ വയസ്സിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഉദ്ധാരണമായിരിക്കില്ല നിങ്ങൾക്ക് 28ാമത്തെ വയസ്സിലുണ്ടാകുന്നത്. 28ാമത്തെ വയസ്സിലുണ്ടാകുന്ന ഉദ്ധാരണമായിരിക്കില്ല നിങ്ങൾക്ക് 38ാമത്തെ വയസ്സിലുണ്ടാകുന്നത്. മാത്രവുമല്ല, ആഴ്ചകളുടെയും ദിവസങ്ങളുടെയും ഒക്കെ ഇടവേളകളിൽ പോലും നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇതും തികച്ചും സ്വാഭാവികമാണ്. നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷി മരുന്നുകളൊന്നും കഴിക്കാതെ ഏതൊരു പ്രായത്തിലും നിലനിർത്തുവാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, റെഗുലറായിട്ട് വ്യായാമം ഉൾപ്പെടുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി. 2, പുകവലി ശീലിക്കാതിരിക്കുക. ഈ സിഗരറ്റ് വലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സത്യം, ഈ സിഗരറ്റ് വലി കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെക്കാട്ടിൽ കൂടുതൽ ഉറപ്പായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ഇനി സിഗരറ്റ് വലി ശീലമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഇത് കേട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണശേഷി തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.